വെൽക്കം ടു ഓൾ. നമ്മൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ്, ഇത് ടാലിയുടെ ഒരു സെക്ഷനാണ്, 8th ചാപ്റ്റർ ആണ്. ഞാൻ അതാണ് എടുക്കണത്. നിങ്ങൾക്ക് ഷെയറിങ് ആയ കാരണം നമുക്കറിയാം ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറഞ്ഞാൽ ആക്ച്വലി എന്താണ്, നമ്മൾ ഇന്ത്യയിൽ ഇപ്പോൾ 2017 ഇൻട്രൊഡ്യൂസ് ചെയ്ത ഒരു കോംപ്രിഹെൻസീവ് ടാക്സ് ആണ്. ഇത് നമ്മൾ പർച്ചേസ് ആൻഡ് സെയിൽ ഓഫ് ഗുഡ്സ് എന്നുള്ള വാക്കുകളൊക്കെ മാറ്റിയിട്ട് വി ആർ ലിവിങ് GST ഓൺ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ്. നമ്മൾ പർച്ചേസ് സെയിൽ എന്നൊക്കെയാണ് പണ്ട് സെയിൽസ് ടാക്സിൽ ഉപയോഗിച്ചിരുന്നത്. അതെന്താക്കി സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് എന്നുള്ള ടേം ആക്കിയിട്ട് മാറ്റി. അങ്ങനെ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിൽ ലീവ് ചെയ്യുന്ന ഒരു കോംപ്രിഹെൻസീവ് ടാക്സ് ആണ് എന്ത്, ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് എന്ന് പറയുന്നത്. ഇതെന്ന് പറയുന്നത് എന്താണ്, ഡെസ്റ്റിനേഷൻ ബേസ്ഡ് കൺസംഷൻ ടാക്സ് ആണ്. അതായത് എന്താണ്, എവിടെ എത്തിച്ചേരുന്നു, അതായത് കൺസംഷൻ ടാക്സ് ആണ്. അതായത് എവിടെയാണോ കൺസ്യൂം ചെയ്യപ്പെടുന്നത് അല്ലെങ്കിൽ എവിടെയാണോ അത് എത്തുന്നത് അതാണ് എന്ത്, ടാക്സ് ചാർജ് ചെയ്യപ്പെടും. ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളം പർച്ചേസ് ചെയ്താൽ കേരളം വിൽ ബി ബെനിഫിറ്റഡ് ഫ്രം ടാക്സ്. കേരളത്തിനാണ് ടാക്സ് ചാർജ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇപ്പൊ ക്ലിയർ ആയിരുന്നു. അതാണ് ഡെസ്റ്റിനേഷൻ, എവിടെ റീച്ച് ചെയ്യുന്നോ അവിടെയാണ് GST. ആ എന്താണ് സ്റ്റേറ്റിനാണ് GST വരുമാനം ഉണ്ടാവുക. ഇത് ഇംപ്ലിമെന്റ് ചെയ്തത് 1st ജൂലൈ 2017 ആണ്. അത് GST കൗൺസിലാണ് ഒരു GST എങ്ങനെ ഫോർമുലേറ്റ് ചെയ്യണം, എങ്ങനെ ആയിരിക്കണം അതിന്റെ സ്ട്രക്ചർ എന്നൊക്കെ തീരുമാനിക്കുന്നത്. ഒരുപാട് ഇതെന്തിനാന്ന് വെച്ചാ ഒരുപാട് കുറെ ടാക്സുകൾ നമ്മൾ ലീവ് ചെയ്തിട്ടുണ്ട്. ഒരു വാറ്റ്, എക്സൈസ്, സർവീസ്. അപ്പൊ അതിനെല്ലാം കൂടിയിട്ട് സബ്സ്യൂം ചെയ്തിട്ട്, അതായത് കൺസോളിഡേറ്റ് ചെയ്തിട്ട് ഒരൊറ്റ ടാക്സ് ആക്കുക എന്നൊരു പർപ്പസ് ആണ് GSTക്ക് ഉള്ളത്. ഇനി കുറച്ച് GST റെജിമിന്റെ കുറച്ച് ഫീച്ചേഴ്സ് എന്തൊക്കെയാന്ന് വിചാരിക്കാം. ഒന്നാമത്തത് ഡ്യുവൽ GST ആണ്. ഒരു ഫെഡറൽ സ്ട്രക്ചർ ഇന്ത്യക്ക് ഉണ്ട്. അപ്പൊ എന്താണ്, ഒരു ഡ്യുവൽ GST ആണ് നമ്മൾ ഇംപ്ലിമെന്റ് ചെയ്തിരിക്കുന്നത്. ഡ്യുവൽ GST എന്ന് പറഞ്ഞാൽ എന്താണ്, സ്റ്റേറ്റിനും സെന്ററിനും എന്ത് ചെയ്യാം, സപ്ലൈ ഓഫ് ഗുഡ്സിന്റെ മുകളിൽ ടാക്സ് ചാർജ് ചെയ്യാനായിട്ട് പറ്റും. ബൈ സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് one state and also the center will be benefited. ഡെസ്റ്റിനേഷൻ സ്റ്റേറ്റിനും സെന്റർ എന്ന് പറയുന്നത് സെൻട്രൽ ഗവൺമെന്റ് എന്തുണ്ടാവും, ടാക്സ് വരുമാനം ഉണ്ടാവും. കേരളത്തിലേക്ക് ആന്ധ്രാപ്രദേശിൽ നിന്ന് ഗുഡ് വന്നു കഴിഞ്ഞാൽ the consumption is done in Kerala, so Kerala can charge GST also. സെൻട്രൽ ഗവൺമെന്റിന് എന്തുണ്ടാവും, ടാക്സ് ബെനിഫിറ്റ് ഉണ്ടാവും. അപ്പൊ അങ്ങനെ ഡുവൽ GST ആണ്. സെൻട്രിനും ചാർജ് ചെയ്യാൻ പറ്റും, സ്റ്റേറ്റിനും ചാർജ്. അങ്ങനെ രണ്ടുപേരും കൂടിയിട്ടാണ് സപ്ലൈ ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസിന്റെ മുകളിൽ ചാർജ് ചെയ്യുന്നത്. പിന്നെ വരുന്നത് കോമ്പോണന്റ് ഓഫ് GSTക്കകത്ത് വരുന്നത് 3 കോമ്പോണൻസ് ആണ്. CGST, അതായത് സെൻട്രൽ GST, ടാക്സ് ചാർജ്ഡ് ബൈ സെൻട്രൽ ഗവൺമെന്റ്. SGST, സ്റ്റേറ്റ് GST. പിന്നെ IGST, അത് ഇന്റഗ്രേറ്റഡ് GST ആണ്. ഇന്റഗ്രേറ്റഡ് GST എന്ന് പറയുമ്പോൾ നമ്മൾ പറഞ്ഞില്ലേ, ഇപ്പൊ ആന്ധ്രാപ്രദേശിൽ നിന്ന് കേരളത്തിലേക്ക് വന്നു, അത് ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണ്. അപ്പൊ നമ്മൾ CGST IGST സെപ്പറേറ്റ് ആയിട്ടല്ല ചാർജ് ചെയ്യുക. IGST ഇന്റഗ്രേറ്റഡ് GST ആണ് അവിടെ ചാർജ് ചെയ്യുക. ഇപ്പൊ കേരളത്തിന്റെ ഉള്ളില് ഒരു സ്ഥലത്ത് നിന്ന് തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്ക് പോയി, അപ്പൊ അവിടെ എന്താ ചാർജ് ചെയ്യുക, CGST ചാർജ് ചെയ്യും, SGST ചാർജ് ചെയ്യും. അങ്ങനെയാണ്. അപ്പൊ ഇന്റർ സ്റ്റേറ്റ് ട്രാൻസാക്ഷൻ അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് IGST. ഇൻട്രാസ്റ്റേറ്റ് എന്ന് പറയുമ്പോൾ വിത്തിൻ സ്റ്റേറ്റ് ആണ്, അതിന് അപ്ലിക്കബിൾ ആയിട്ടുള്ളതാണ് CGST SGST. ഇനി ലീവി ഓഫ് GST എങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, ഇൻട്രാസ്റ്റേറ്റ് ട്രാൻസാക്ഷൻ ആണെങ്കിൽ, അതായത് വിത്തിൻ സ്റ്റേറ്റ് ആണെങ്കിൽ, തൃശ്ശൂരും എറണാകുളം തമ്മിൽ, എറണാകുളവും മലപ്പുറം തമ്മിൽ, അതെന്താണ് വിത്തിൻ കേരളയാണ്. സോ വി വിൽ ചാർജ് ബോത്ത് CGST ആൻഡ് SGST. പക്ഷെ അതല്ല കേരളവും ആന്ധ്രാപ്രദേശും തമിഴ്നാടും, അങ്ങനെ ഇന്റർ സ്റ്റേറ്റ് ആണെങ്കിൽ എന്താണ്, IGST ആണ് അപ്ലിക്കബിൾ ആയിട്ട് ഉണ്ടാവുക, അതായത് ഇന്റഗ്രേറ്റഡ് GST. ഇനി ടാക്സ് സബ്സ്യൂംഡ് അണ്ടർ GST, ഏതൊക്കെ ടാക്സ് ആണ് ലയിപ്പിച്ചത്. ഇപ്പൊ ഈ സബ്സ്യൂംഡ് ടാക്സുകൾ ഒന്നും നിലവില്ല, പകരം ഒരൊറ്റ GST മാത്രമേ ഉള്ളൂ. ഏതൊക്കെയാ, സെൻട്രൽ എക്സൈസ്, സർവീസ് ടാക്സ്, CST, വാറ്റ്, എന്റർടൈൻമെന്റ് ടാക്സ്, ലക്ഷറി ടാക്സ്, ഒക്ട്രോയ്, എൻട്രി ടാക്സ്, പർച്ചേസ് ടാക്സ്. ഇതൊക്കെ സബ്സ്യൂം ചെയ്തിട്ടാണ് ഒരു സിംഗിൾ ടാക്സ് GST ചാർജ് ചെയ്യുന്നത്. ഇനി GST ലയിപ്പിക്കാത്ത കുറച്ച് ടാക്സുകൾ ഉണ്ട്. ബേസിക് കസ്റ്റംസ് ഡ്യൂട്ടി, സ്റ്റാമ്പ് ഡ്യൂട്ടി,
പ്രോപ്പർട്ടി ടാക്സ്, ടോൾ ടാക്സ്, ഈ ടാക്സുകളൊന്നും എന്താ GST ലയിപ്പിച്ചിട്ടില്ല. ദീസ് ആർ ഓൾസോ എക്സിസ്റ്റിംഗ് നൗ. ഇനി എന്തൊക്കെയാണ് GST നിന്നും എക്സംപ്റ്റഡ് ആയിട്ടുള്ള കുറച്ച് ഐറ്റംസ് ഉണ്ട്. എന്താണ്? പെട്രോള്, ഡീസല്, ഏവിയേഷൻ ഫ്യൂവൽ, നാച്ചുറൽ ഗ്യാസ്, ഇലക്ട്രിസിറ്റി, ഇതൊക്കെ പണ്ടത്തെ പോലെ സ്റ്റേറ്റ് തന്നെയാണ്, അതുപോലെ സെൻട്രൽ എടുക്കുന്നതാണെങ്കിൽ സെൻട്രൽ തന്നെയാണ് ടാക്സ് ഈടാക്കുന്നത്. ഈ ഏവിയേഷൻ, ഇലക്ട്രിസിറ്റി, ആൽക്കഹോള്, പെട്രോള്, അതിനൊന്നും എന്ത് ബാധകമല്ല? GST ബാധകം അല്ല. ഇനി GST റേറ്റുകൾ, GSTക്ക് എന്തൊക്കെ ഉണ്ട്? എക്സംഷൻ ലിമിറ്റ് ഉണ്ട്. അതെന്താണ്? 0%. പിന്നെ വരുന്നത് എന്താണ്? ഒരു പ്രഷ്യസ് സ്റ്റോൺ ഉണ്ട്, ഡയമണ്ട്സ്, അങ്ങനെ അതിന് 0.25%. ഇനി ഗോൾഡ് എന്താണ്? 3%. പിന്നെ മെറിറ്റ് റേറ്റ്സ് 5%. ഈ മെഡിസിൻ അങ്ങനെയുള്ള നമ്മുടെ ഡേ ടു ഡേ സാധനങ്ങൾ. പിന്നെ ഒരു സ്റ്റാൻഡേർഡ് റേറ്റ് ഉണ്ട്. മെജോറിറ്റി സാധനങ്ങൾ വരുന്നത് 12%നും 18%നും ഇടയിലാണ്. ഡിമെറിറ്റ്സ് റേറ്റ്സ്, അതായത് നമ്മൾ ലക്ഷറിയസ് ഐറ്റംസിന്, കാറ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ചാർജ് ചെയ്യണത് 28%. പിന്നെ നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്? ഈ 28% വരുന്ന ഗുഡ്സിന്റെ മുകളിൽ നമ്മളൊരു കോമ്പൻസേഷൻ സെസ്സും കൂടി എന്ത് ചെയ്യുന്നുണ്ട്? ആഡ് ചെയ്യുന്നുണ്ട്. ഇനി ഇതൊക്കെ നിങ്ങൾ GST ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുന്നവരാണെന്നാണ് ഞാനൊരു ഇൻട്രൊഡക്ഷൻ പോലെ പറഞ്ഞു എന്ന് മാത്രം. ഇനി നമുക്ക് വരേണ്ടത് അക്കൗണ്ട് മെയിൻ്റനൻസ് ആണ്. നമ്മൾ ടാലിയിൽ ഇപ്പൊ പണ്ടുള്ള ടാക്സ് ഒക്കെ മാറ്റി ഇപ്പൊ GST ആണ്. അപ്പൊ നമ്മൾ ടാലിയിൽ കുറച്ച് ലെഡ്ജർ അക്കൗണ്ട്സുകൾ മെയിൻറ്റെയിൻ ചെയ്യണം. ഇൻപുട്ട് CGST, ഔട്ട്പുട്ട് CGST, ഇൻപുട്ട് SGST, ഔട്ട്പുട്ട് SGST, ഇൻപുട്ട് IGST, ഔട്ട്പുട്ട് IGST, ഇലക്ട്രോണിക് ക്യാഷ് ലെഡ്ജർ to be maintained on government GST portal to pay GST. അപ്പോ ഇങ്ങനെ ഇൻപുട്ട് GST എന്ന് പറഞ്ഞാൽ എന്താണ്? പർച്ചേസ് ചെയ്യുമ്പോൾ. ഔട്ട്പുട്ട് GST പറയുമ്പോൾ സെയിൽ ചെയ്യുമ്പോൾ. അത് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇനി പറയാം. അതുപോലെ സെൻട്രലിന് വേണം, സ്റ്റേറ്റിന് വേണം, ഇന്റഗ്രേറ്റഡും വേണം. പിന്നെ എന്താന്ന് വെച്ചാൽ ഇതിന്റെ രജിസ്ട്രേഷൻ 20 ലക്ഷത്തിനും കൂടുതൽ ടേൺ ഓവർ ഉള്ള ആളുകളാണ് ശരിക്കും എന്ത് ചെയ്യേണ്ടത്? GST രജിസ്ട്രേഷൻ എടുക്കേണ്ടത്. പക്ഷെ ചില സ്റ്റേറ്റ്, അരുണാചൽ പ്രദേശ്, ആസാം, ജമ്മു കാശ്മീർ, മണിപ്പൂർ, മേഘാലയ, മിസോറാം, അങ്ങനെയുള്ള അവിടെ അധികം സെയിൽസ് ഒന്നും വരില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റുകളിൽ 10 ലക്ഷത്തിന് കൂടുതൽ ടേൺ ഓവർ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? GST രജിസ്ട്രേഷൻ എടുക്കണം. പിന്നെ GST റിട്ടേൺ നമ്മൾ മന്ത്ലി ആണ് ഫയൽ ചെയ്യേണ്ടത്. ഈവൻ ഇപ്പൊ നമ്മൾ ആനുവലി ആണ് ഫയൽ ചെയ്യണമെങ്കിലും വി ഹാവ് ടു ഫയൽ ഇറ്റ് മന്ത്ലി. അപ്പൊ അതിനെ 2 ആയിട്ട് തരംതിരിച്ചിട്ടുണ്ട് ആ ഫയലിംഗിന്റെ അടിസ്ഥാനത്തിൽ. റെഗുലർ ഡീലേഴ്സും ഉണ്ട്, കോമ്പോസിഷൻ ഡീലേഴ്സും ഉണ്ട്. മന്ത്ലി ഫയൽ ചെയ്യുന്നവരെയാണ് നമ്മൾ റെഗുലർ ഡീലേഴ്സ് എന്ന് പറയുന്നത്. കോമ്പോസിഷൻ എന്ന് പറയുമ്പോൾ ക്വാർട്ടർലി ഫയൽ ചെയ്യുന്നവരെയാണ് പറയുന്നത്. അപ്പൊ നമ്മൾ GSTR, അതായത് GST റിട്ടേൺ 1, അതുപോലെ ഫോം GST റിട്ടേൺ 2, പിന്നെ GST റിട്ടേൺ 3, ഈ 3 ഫോമിലാണ് നമ്മൾ GST ഫയൽ ചെയ്യേണ്ടത്. അതൊക്കെ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ആ GSTയുടെ സബ്ജക്റ്റിൽ പഠിക്കും. അടുത്ത ക്ലാസ് മുതൽ ടാലിയിലേക്ക് ഇറങ്ങാം. അപ്പൊ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. താങ്ക് യു.